വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിംഗ് ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുകയാണല്ലോ. രാവിലെ 10:30 തുറമുഖത്താണ് ഉദ്ഘാടന ചടങ്ങ്. ഇന്നലെ തിരുവനന്തപുരത്ത് എത്തി രാജ്ഭവനിൽ തങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 9:50 പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്ന് ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം തുറമുഖത്തിറങ്ങും. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അമൽ, തിരക്ക് എത്രത്തോളമുണ്ട്? ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണോ? ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ് മോത്തി. വിഴിഞ്ഞത്തേക്ക് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി വന്നിറങ്ങും. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ നാഴികക്കല്ലാകാൻ പോകുന്ന ഒരു പദ്ധതിയുടെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആളുകളുടെ ആ ഒരു പോക്ക്. ഈ അതീവ സുരക്ഷാ മേഖലയിലൂടെ കടന്നാണ് ആളുകൾക്ക് അകത്തേക്ക് പോകേണ്ടി വരുന്നത്. BJP-ക്കാർ, അതോടൊപ്പം തന്നെ CPM-കാർ, കോൺഗ്രസ്സുകാർ, ഇങ്ങനെ രാഷ്ട്രീയ കക്ഷി തിരിഞ്ഞ് ആളുകളെ വാഹനത്തിൽ എത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യൻ, ഈ രാഷ്ട്രീയ കക്ഷി വ്യത്യാസമൊന്നും ഇല്ലാതെ ആളുകൾ, അങ്ങനെയുള്ളവരെല്ലാം ഇവിടേക്ക് എത്തുന്നു. അതീവ സുരക്ഷയുണ്ട്. ഇവിടെ നിന്നും നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 200-300 മീറ്റർ ദൂരമുണ്ട് കടന്നു പോകുന്ന തുറമുഖത്തിൻ്റെ പ്രധാന കവാടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഇതിപ്പോൾ റോഡാണ്. അവിടെ നിന്നും പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സുരക്ഷാ പരിശോധനകൾ കടന്ന് അകത്തേക്ക് ആളുകൾക്ക് പോകാൻ കഴിയും. ID കാർഡ് കയ്യിൽ കരുതണം എന്നുള്ളത് മാത്രമാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ID കാർഡുമായി ആളുകൾ എത്തുന്നു. ഇവിടെയുള്ള ആളുകളെയൊക്കെ കൂടുതൽ പോലീസുകാർ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ ഒരു സംശയം തോന്നുക. കാരണം വന്നിറങ്ങുന്ന ആളുകളെ പരിശോധിക്കാനായി ഇവിടെ വന്നിറങ്ങുന്ന ഓരോ ആളുകളും ഒരു 10 പോലീസുകാരുടെയെങ്കിലും നിരീക്ഷണത്തിലാണ്. പോലീസുകാർ മാത്രമല്ല, SPGയുടെ സുരക്ഷയുണ്ട്. നേരത്തെ ആനന്ദൻ നിന്നെ ആ സ്ഥലത്തൊക്കെ അവിടെ ആളുകളെ അവിടേക്ക് കടത്തി വിടുന്നത് പോലുമില്ല. അങ്ങനെ അത്രയ്ക്ക് സുരക്ഷാ വലയത്തിലൂടെയാണ് ആളുകൾ അകത്തേക്ക് കടന്നു പോകുന്നത്. ആളുകളുടെ പ്രതികരണം കൂടി തേടാം. ചേട്ടാ, ഒരുപാട് കാലമായുള്ള നമ്മുടെ ഒരു കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് ഇന്ന് സഫലമാവുകയാണ്. ഒരു വിഴിഞ്ഞങ്കാരനാണോ? ബാലരാമപുരം. അധികം ദൂരമൊന്നുമില്ല, 7 കിലോമീറ്റർ അല്ലേ? ആ ദൂരമേ ഉള്ളൂ. നിങ്ങളുടെ നാടിനെ കൂടി ഒരു വികസനത്തിന്റെ വിപ്ലവത്തിലേക്ക് കൊണ്ടുപോകാൻ പരുവത്തിനുള്ള ഒരു പദ്ധതിയാണ്. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും നല്ലൊരു പരിപാടിയാണ്. കാരണം ഞങ്ങൾ വളരെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പം ചില പരിമിതികളുണ്ടെങ്കിലും ഇപ്പോൾ കമ്മീഷൻ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ പോലത്തെ ചെറുപ്പക്കാർക്കും ഒത്തിരി ആൾക്കാർക്ക് ഇവിടുത്തെ ജോലി സാധ്യതകളും എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു പദ്ധതിയാണ്. ഇതിന് പ്രധാനമായിട്ടും നമുക്ക് നന്ദി പറയേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അവരൊരു മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് ഇത് പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അതിന് ഇവിടുത്തെ സർക്കാരിനും അവരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചു പോകും. അതാണ്, എല്ലാവർക്കും നന്ദിയുണ്ട്. അതിലിപ്പോൾ കേരള വ്യത്യാസമൊന്നുമില്ല. കേരളത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം, കേന്ദ്രത്തിൻ്റെ ഒരു പിന്തുണ, ഇതൊന്നുമില്ലാതെ ഈ പദ്ധതി നടപ്പാക്കില്ലായിരുന്നു. എന്തായാലും പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. ഈ പദ്ധതി മോത്തി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ദിവസമല്ല. പൽഗാമിൽ നമ്മുടെ 28 സഹോദരന്മാരുടെ അല്ലെങ്കിൽ സഹോദരിമാരുടെയൊക്കെ ജീവൻ പൊലിഞ്ഞു കിടക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ നമ്മൾ ഈ പാകിസ്ഥാനുമായി നേർക്കുനേർ നിൽക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനുണ്ട്. ആ സിറ്റുവേഷനിൽ നമ്മളൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് അറബിക്കടലിൻ്റെ റാണി എന്നൊക്കെ പറയുന്നത് പോലെ, അറബിക്കടലിൻ്റെ രാജാവ് എന്ന് വിശേഷിപ്പിക്കാൻ പരുവത്തിലുള്ളൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ലോകത്തിന് മുന്നിൽ നമ്മൾ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ പൽഗാമിലല്ല, നിങ്ങൾ അതിർത്തിയിൽ എത്രത്തോളം ഒരു പ്രശ്നം സൃഷ്ടിച്ചാലും ഞങ്ങളെ അതൊന്നും ബാധിച്ചിട്ടേയില്ല. ഞങ്ങളിതൊന്നും കണ്ട് ഭയപ്പെടുന്നില്ല. നിങ്ങളുടെ രാജ്യത്തുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പോലും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾ തുടരുമ്പോൾ അവിടെ ആ രാജ്യം മുഴുവൻ ആശങ്കയിൽ, എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയിൽ നിന്നൊരു തിരിച്ചടി നേരിടാം എന്നുള്ള ആശങ്കയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും എല്ലാ തരത്തിലും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ ഭാഗമായി കൂടി വേണം ഇതിനെ കാണാനെന്ന് തോന്നുന്നു.